കഴിഞ്ഞ വീഡിയോയില് നമ്മൾ എന്താണ് ഹലോ പാർട്ണർ പ്രോഗ്രാം, എങ്ങനെയാണ് ഒരു ട്രാവൽ ഏജന്റ് ഒരു ടിക്കറ്റ് അടിക്കുന്നതിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് ആദ്യം ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയില് എങ്ങനെയാണ് ഹലോ പാർട്ണർ പ്രോഗ്രാമില് ഒരു വ്യക്തി ഒരാള് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഹലോ പാർട്ണർ പ്രോഗ്രാം വഴി ഒരാൾ ഒരു ഏജന്റ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ആ ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനൊക്കെ നമ്മുടെ സൈഡിൽ നിന്ന് യാത്രാമേറ്റിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ്. ഹലോ പാർട്ണർ പ്രോഗ്രാം തുടങ്ങിയിട്ട് 4 വർഷമായി. ഇതിൽ നമുക്ക് 100 സ്ഥിരം ഏജന്റുമാരും അതുപോലെ തന്നെ 465 ഏജന്റുമാർ ട്രയലായിട്ട്, അതായത് ഫ്രീ ആയിട്ട് ഈ കോഴ്സ് എന്താണെന്ന് പഠിക്കാനും ഈ ബിസിനസ് എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാനും അതിനിടയിൽ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് ലാഭം എടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം കഴിഞ്ഞ വർഷം നമ്മൾ 460 പേർക്ക് നൽകുകയുണ്ടായി. അവരുടെ കാലാവധി കഴിഞ്ഞ മാർച്ച് 2025 മാർച്ച് 31 കൂടി അവസാനിച്ചു. ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് 100 സ്ഥിരം ഏജന്റുമാരാണ് ഇപ്പൊ ഇതിനകത്ത് ഉള്ളത്. നമുക്ക് ആദ്യം എങ്ങനെ ഒരു ഏജന്റ് ആവുന്ന വ്യക്തിക്ക് ഈ ഹലോ പാർട്ണർ മുഖേന ലാഭം ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾ ആദ്യം നിങ്ങളെ ഫോണിന്റെ കോൺടാക്ട് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ മുതൽ ഇപ്പൊ ഈ സമയം വരെ ബന്ധമുള്ള ആളുകളെ ലിസ്റ്റ് അതിനകത്ത് ഉണ്ടാവും. ചിലപ്പോൾ 1000 മുതൽ 5000 10,000 ഒക്കെ കോൺടാക്ട് ലിസ്റ്റുള്ള ആളുകളാണ് നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് പരിശോധിക്കാം. അതിനകത്തൊക്കെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഇവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സൗജന്യമായിട്ട് ഒരു പേജ് ആരംഭിക്കാം. അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ 2-3 പോസ്റ്റർ, നമ്മുടെ സേവനങ്ങൾ, നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ, ഇമെയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2-3 പോസ്റ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അങ്ങനെ യാത്രാമേന്റെ ഓതറൈസ്ഡ് ഏജന്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ സ്വന്തം ബ്രാൻഡ് ഓണർ എന്ന നിലയിലോ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിലോ ഒക്കെ നിങ്ങൾക്ക് നമ്മളിങ്ങനെ ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ സാധിക്കും. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ സേവനങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് എൻക്വയറീസ് അയക്കാനൊക്കെ സാധിക്കും. ഇനി എങ്ങനെയാണ് യാത്രാമേറ്റിന്റെ ഓഫീസ് നിങ്ങളെ ഈ കാര്യത്തിൽ സഹായിക്കുന്നത് നോക്കാം. യാത്രാമേറ്റിലെ ഓരോ സ്റ്റാഫിനെയും ഒരു വാട്സാപ്പ് നമ്പർ മുഖാന്തരമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏജന്റായി ചേരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹലോ പാർട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഏജന്റ് കോഡ് ക്രിയേറ്റ് ചെയ്ത് തരും. ഇതുവഴി നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായി കണക്ട് ചെയ്യാം. ഒരു എയർലൈൻ ടിക്കറ്റിന്റെ എൻക്വയറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതൊക്കെ ഡേറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്, അതേപോലെ ഡയറക്റ്റ് വേണോ, കണക്ഷൻ വേണോ, എത്ര ബാഗേജ് വേണം, എത്ര ആളുകളുണ്ട്, ഈ ഡീറ്റെയിൽ ഒക്കെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഡീറ്റെയിൽ നമ്മൾ ഓഫീസിൽ നിന്ന് അയച്ചു തരും. ഇതിനകത്ത് നിങ്ങൾ എവിടുന്നാണ് പുറപ്പെടുന്നത്, ഏത് സമയത്താണ് പുറപ്പെടുന്നത്, നിങ്ങൾ അവിടെ എത്തുന്ന സമയം എപ്പോഴാണ്, എവിടെയാണ് എത്തുന്നത്, അവിടെ എത്ര ബാഗേജ് ഉണ്ട്, അതുപോലെ ടോട്ടൽ റേറ്റ് എത്രയാണ്, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഒരു പാസഞ്ചർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽ മൊത്തം അതിനകത്ത് ഉണ്ടാവും. ഇത് വെച്ച് നിങ്ങൾക്ക് ആ കസ്റ്റമറോട് കാര്യങ്ങൾ പറയുകയും ആ ബിസിനസ് ക്ലോസ് ചെയ്യാനൊക്കെ സാധിക്കും. തുടക്കത്തിലൊക്കെ ഒരു 200 രൂപയിൽ കൂടുതൽ ഒരു പാസഞ്ചറിൽ നിന്ന് മാർജിൻ എടുക്കാതിരിക്കാൻ നല്ലത്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കസ്റ്റമർ ബേസ് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കസ്റ്റമർ ബേസ് വർദ്ധിപ്പിക്കാനും നിങ്ങളെ ബിസിനസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും. ഇനി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണെങ്കിലും ഒരു ട്രാവൽ ഏജൻസി എങ്ങനെയാണ് ഒരു ടിക്കറ്റ് അടിക്കുമ്പോൾ ലാഭം ഉണ്ടാക്കണം എന്നുള്ളൂ, ആ ലാഭം നിങ്ങൾക്ക് എങ്ങനെയാണ് കൈമാറുന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അതൊന്ന് പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു വരും. ഒരു ട്രാവൽ ഏജൻസി എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കണം എന്നുള്ളതും ആ ലാഭം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അത് എങ്ങനെയാണ് ഹലോ പാർട്ണറിൽ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കൈമാറണം എന്നുള്ളതും ഇപ്പൊ ഞാൻ കാണിക്കാം. ഇതിനകത്ത് നിങ്ങൾ നോക്കാം. നമുക്കിപ്പോ കൊച്ചി ടു ഇതടിച്ചോ, കൊച്ചി റിയാദ് ഏപ്രിൽ 22 ഉള്ള സൗദി എയർലൈൻസിന് ഫെയർ നോക്കാം. സൗദി എയർലൈൻസ് ആണല്ലോ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. കൊച്ചി ടു റിയാദ് 22 ഏപ്രിൽ ഒരു അഡൽട്ടിന്റെ റേറ്റ്. ഓക്കെ, നമ്മളത് സെർച്ച് ചെയ്യാണ്. ഓക്കെ, നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ഫെയർസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവുള്ള ഫ്ലൈറ്റ്സ് ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് കൊച്ചി ടു റിയാദ് രാത്രി 8 ഫ്ലൈറ്റ്, 2 പീസ് ബാഗേജ്, അതായത് 23 കിലോ ഉള്ള ബാഗേജ്. ഇതിന് ഒരാൾക്ക് വരുന്ന നമ്മുടെ കോസ്റ്റ് 14,499, അത് 14,500 രൂപയാണ്. നോൺ റിഫണ്ടബിൾ എന്ന് വെച്ചാൽ ഇത് ഗ്രൂപ്പ് ടിക്കറ്റ് ആണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ അവൈലബിൾ ഉള്ള ഗ്രൂപ്പ് ടിക്കറ്റ് ആണ്. ഇതിന്റെ നോർമൽ റേറ്റ് എത്രയാണ് നമുക്ക് ഇപ്പൊ നോക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഫിൽറ്റർ വെച്ചിട്ട് 0 സ്റ്റോപ്പ് ആക്കിയാൽ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് മാത്രം കാണിക്കും. ഓക്കെ, അന്നേ ദിവസം ഡയറക്റ്റ് ഫ്ലൈറ്റ് സൗദി എയർലൈൻസ് മാത്രമേ ഉള്ളൂ.
ഇതിന്റെ സൗദി എയർലൈൻസ് അന്നേ ദിവസം 51,523 രൂപയാണ് അതിന്റെ നോർമൽ ഫെയർ. ആ ഫ്ലൈറ്റ് നമുക്കിവിടെ 14,500 കിട്ടും. ഇത് എത്രത്തോളം നമുക്ക് മാർജിൻ ഇട്ട് ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇതില് നമുക്ക് വരുന്ന കമ്മീഷൻ എത്രയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നോർമൽ ഫെയറിൽ ഓക്കെ, ഇതിനകത്ത് വേറെ കമ്മീഷൻ ഒന്നും വേറെ ഉണ്ടാവില്ല, കാരണം ഇത് നമ്മൾ നെറ്റ് റേറ്റ് ആണ്, നമ്മൾ ഗ്രൂപ്പ് ടിക്കറ്റ് ആണ്. അതേപോലെ ഇതിനകത്ത് നമ്മൾ ഈ 51,523 വെക്കുമ്പോൾ നമുക്ക് 48,952 ഇതിന്റെ കോസ്റ്റ് വരുന്നുള്ളൂ. മനസ്സിലായല്ലോ. ഇതിൽ ഷോ കമ്മീഷൻ കൊടുത്താണ് 2,570 രൂപ 92 പൈസ കമ്മീഷനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഈ ഒരു എമൗണ്ട് കൂട്ടിയിട്ടതായിരിക്കും 51,523. അത് നമുക്ക് സൗദി എയർലൈൻസിന്റെ സൈറ്റിൽ നമുക്ക് ഡാറ്റ് പോയിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഓക്കെ, സൗദി എയർലൈൻസിന്റെ സൈറ്റ് എടുത്തു, കൊച്ചി ടു റിയാദ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1 വേ ആക്കണം. ഓക്കെ, ഇതിന്റെ ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത് 22 ഏപ്രിൽ, സെയിം ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ കൊടുത്ത് സെർച്ച് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇതിന്റെ നോർമൽ ഫെയർസ് അന്നേ ദിവസം സൗദി എയർലൈൻസിന് അവൈലബിൾ അല്ല, ബിസിനസ് ക്ലാസ് ആണ് അവൈലബിൾ ഉള്ളത്. അതാണ് നോ ഗസ്റ്റ് ക്ലാസ് ഫ്ലൈറ്റ് ഫോണിലുണ്ട്, ബിസിനസ് ആണ് അവൈലബിൾ. 51,498 രൂപയാണ് കസ്റ്റമർക്ക് കാണുന്ന റേറ്റ് സൗദി എയർലൈൻസിന്റെ 22 ഏപ്രിലിൽ കേട്ടോ. ഇത് നമുക്ക് കിട്ടുന്നത് 51,523. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും സൈറ്റ്, അത് ടാക്സും കാര്യങ്ങളും പോർട്ടൽ ചാർജസ് ഒക്കെ വരുന്നതാണ്. എന്നാലും 523 490 പറയുമ്പോൾ ഏതാണ്ട് 25 രൂപ എക്സ്ട്രാ ആണ് നമ്മൾ പോർട്ടലിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ നെറ്റ് റേറ്റ് കേവലം 48,982. മനസ്സിലായില്ലേ? അപ്പൊ കസ്റ്റമർക്കും നമുക്കൊരു ഏജന്റിന്റെ അടുത്ത് നിന്നാണ് എടുക്കുന്ന ലാഭം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കസ്റ്റമർക്ക് നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ഒരു 500 രൂപയ്ക്ക് ഇട്ടിട്ട് സെല് ചെയ്യാം. മിനിമം 500 രൂപ എത്തി കഴിഞ്ഞാല് അപ്പൊ എത്ര വരുന്നുള്ളൂ, 50,450 വരുന്നുള്ളൂ. അപ്പോഴും 1,100 രൂപയെ കസ്റ്റമർക്ക് ലാഭമാണ്. നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ടിക്കറ്റ്സ് എടുക്കുകയാണെങ്കിലോ അതിലും ലാഭമല്ലേ. ഇത് നമുക്കൊരു 1,000, 2,000, 3,000 രൂപ എക്സ്ട്രാ ഇട്ടിട്ട് കസ്റ്റമർക്ക് സെല് ചെയ്താൽ അവർക്ക് എത്രത്തോളം ലാഭമാണെന്നുള്ളത് മനസ്സിലാക്കും. മനസ്സിലായില്ലേ? ഇത് ഗ്രൂപ്പ് ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി എടുത്തു വെക്കുന്ന ടിക്കറ്റ്സ് ആണ്. ഇതിനകത്ത് നെയിം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീഫണ്ടോ ഡേറ്റ് ചേഞ്ചോ ചെയ്യാൻ പറ്റില്ല. അത് കസ്റ്റമറോട് നമ്മൾ ആദ്യം പറയും, ഇത് ഡേറ്റ് ചേഞ്ചോ റീഫണ്ടോ ഇല്ല എന്ന് പറയും. എന്നിട്ട് നമുക്ക് ഇത് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അപ്പൊ മനസ്സിലായല്ലോ നമുക്ക് എത്രയാണ് ഇതിന്റെ ലാഭം കിട്ടുന്നത് എന്നുള്ളത്. ഇതിപ്പോ നമ്മള് ഒരു ഏജന്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്യും, എന്നിട്ട് അതിനകത്ത് കോപ്പി കൊടുത്തിട്ട് 14,499 അല്ലേ. ഓക്കെ, ഇതിങ്ങനെ 14,499 ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, അയച്ചു. അപ്പോ ഏജന്റിന് ഈ റേറ്റിൽ നമുക്ക് ഇത്ര നെറ്റ് റേറ്റ് ആണ്. ഇത് നമുക്ക് അവർക്ക് ഈ ഡീറ്റെയിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുകയും ഇത് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ഇതുപോലെ ടൂർ പാക്കേജ്, വിസിറ്റിംഗ് വിസ, ഉംറ വിസ, സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ തുടങ്ങിയ ട്രാവൽ ഏജൻസി സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏജന്റ് നിരക്ക് ലഭ്യമാവുകയും നിങ്ങൾക്ക് ഇത് കസ്റ്റമർക്ക് ലാഭത്തിൽ വിൽക്കാനൊക്കെ സാധിക്കും. ഓർക്കുക, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓഫീസ് വാടക, സ്റ്റാഫിന്റെ ശമ്പളം, ടെലിഫോൺ, വൈഫൈ, കറണ്ട് തുടങ്ങിയ ബില്ല് ഒന്നും അടക്കേണ്ടതില്ല. അപ്പൊ കിട്ടുന്നത് എന്താണോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ലാഭമായിട്ട് നിങ്ങൾ കയ്യിൽ വെക്കാൻ സാധിക്കും. നമ്മൾ മാസം മാസം അനൗൺസ് ചെയ്യുന്ന ടൂർ പാക്കേജുകൾ ഒരു പോസ്റ്ററായിട്ട് ഡിസൈൻ ചെയ്ത് നിങ്ങളെ ഈ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകളിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പരമാവധി 2,000 രൂപ വരെ ലാഭം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദുബായിൽ ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകൾക്കുള്ള ഒരു പാക്കേജ് ഉണ്ട് നമ്മുടെ യാത്രാമേറ്റിന്റെ. അവിടെ താമസവും ഭക്ഷണമൊക്കെ ഒരുക്കുന്നതോടുകൂടി ഒരു ജോബ് അസിസ്റ്റൻസ് കൂടി നൽകുന്ന ഒരു സേവനം. ഇതൊക്കെ മാർക്കറ്റ് വഴി നിങ്ങൾക്ക് ഒരാൾക്ക് 3,000 രൂപ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു ട്രാവൽ ഏജൻസി സേവനങ്ങൾ, ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാതെ തന്നെ നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചിട്ട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഹലോ പാർട്ണർ പ്രോഗ്രാമിന്റെ മിടുക്ക്. ഇനി എങ്ങനെയാണ് ഹലോ പാർട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ 50 പേരെ ആദ്യത്തെ വർഷം എടുത്തത് 2,500 രൂപ ജോയിനിങ് ഫീസ് ഈടാക്കിക്കൊണ്ടാണ്. പിന്നീട് നമ്മൾ 5,000 രൂപ മുതൽ അവർക്ക് ഇഷ്ടമുള്ള അത്ര തുക, ഫുള്ളി റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു തുക ഇവിടെ ഡെപ്പോസിറ്റ് ആയി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഏജന്റുമാരായിട്ട് നമുക്ക് അവസരം നൽകി. അങ്ങനെ 100 പേരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ആളുകൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി കൂടി ഉണ്ട്. ഈ ഡെപ്പോസിറ്റ് പേരിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി കൂടി നമ്മൾ നൽകേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും 100 പേരെ വെച്ചിട്ട് നമ്മൾ ഏതാണ്ട് 1 കോടിയുടെ
എയർ ടിക്കറ്റ് മാസം സെല് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒരു 80-90 ലക്ഷമൊക്കെ ആവറേജ് എല്ലാ മാസവും വരുന്ന സാഹചര്യം വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു, നമുക്ക് ഏജന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നിലവിലെ ഏജന്റുമാർക്ക് കുറച്ചുകൂടി ട്രെയിനിങ് നൽകിക്കൊണ്ട് എന്തുകൊണ്ട് ഒരു 3 കോടിയൊക്കെ ഒരു മാസം ടാർജറ്റ് അച്ചീവ് ചെയ്തുകൂടാ. അങ്ങനെയാണ് മൂന്നാമത്തെ വർഷം നമ്മൾ 460ഓളം ആളുകൾക്ക് സൗജന്യമായിട്ട് ട്രയൽ, ഒരു വർഷത്തെ ട്രയൽ അങ്ങ് നൽകി. ഇവർക്ക് സൗജന്യമായി ജോയിൻ ചെയ്യുകയും ഏജൻസി റേറ്റിന് കാര്യങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇവർക്ക് പ്രത്യേകിച്ച് ചെലവോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റോ ഒന്നും ഇതിനോട് ഇല്ലാതെ വന്നുകൊണ്ട് ആ ഒരു ശ്രമം നമുക്ക് പരാജയപ്പെട്ടു. ആ ആദ്യത്തെ 100 ആളുകൾ പ്രവർത്തിക്കുന്നത് പോലെ ഈ 460 ആളുകൾ പ്രവർത്തിക്കാതെയായി. അവർക്ക് അവരുടെ ടിക്കറ്റ് എടുക്കാം, ലാഭത്തിലെടുക്കാം, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവരെ റെഫർ ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അവര് ആ ഒരു ലക്ഷ്യം നമുക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് 4ാമത്തെ വർഷം തീർച്ചയായിട്ടും നമുക്ക് ഇതിനോട് വളരെയധികം താല്പര്യമുള്ള, നല്ല ഉത്സാഹത്തോടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള, നമ്മുടെ ഫ്രീ സമയത്താണെങ്കിൽ പോലും ഒരു ജോലിയൊക്കെ ഉള്ള ആളാകുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ഉള്ള ആളാകുമ്പോൾ മുഴുവൻ സമയം ഇതുമായി പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ 100 ഏജന്റുമാരും അത്തരത്തിലൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇതേപോലെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതേപോലെ നിങ്ങൾക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും മാക്സിമം ഇതോടൊരു താല്പര്യത്തോടെ ഒരു കമ്മിറ്റ്മെന്റോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകൾ മാത്രം മതി എന്ന ഉദ്ദേശത്തില് നമ്മൾ ഒരു മിനിമം ജോയിനിങ് ഫീസ് ഈടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത്തവണ. അതിനകത്ത് നിങ്ങൾക്ക് 2-3 ടിക്കറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ബിസിനസ്, ഒരു ടൂർ പാക്കേജ് അല്ലെങ്കിൽ ഒരു ദുബായ് പാക്കേജ് സെല് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു പണം തിരിച്ചു വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 വർഷം നമ്മളോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടും. ഒരു ട്രാവൽ ഏജൻസിക്ക്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ട്രാവൽ ഏജൻസിക്കും കിട്ടുന്ന കമ്മീഷൻ എന്താണോ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസ്, നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് എക്സ്പെൻസ്, ടെലിഫോൺ എക്സ്പെൻസ്, സ്റ്റാഫ് സാലറി ഒന്നും വരുന്നില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതിനോടൊപ്പം നമ്മളെ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജായ A to Z കാര്യങ്ങൾ, ഒരു ട്രാവൽ ഏജൻസി ആരംഭിക്കുന്നത് മുതൽ അത് നടത്തി കൊണ്ടുപോകുന്നതും അതിന്റെ മാർക്കറ്റിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ കാര്യം എന്ന നിലക്ക്, ഒരു അഡ്വാൻറ്റേജ് എന്ന നിലക്ക് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആദ്യ പാഠങ്ങൾ, അതായത് ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് ഒരു ചില ആളുകളൊക്കെ ഇപ്പൊ തെറ്റിദ്ധരിച്ചുള്ള വെച്ചാല് നമ്മൾ ആ പോസ്റ്റിന് താഴെയുള്ള ബൂസ്റ്റ് യുവർ പോസ്റ്റ് അല്ലെങ്കിൽ ബൂസ്റ്റ് യുവർ റീൽ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തെന്ന് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ്. അത് നമ്മുടെ കയ്യിലുള്ള കാശ് വെറുതെ ഫേസ്ബുക്കിന് അതായത് മറ്റേ ആഡ്സിന് കൊടുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. ശരിക്കും അത് പഠിച്ച് ചെയ്യണം. എങ്ങനെ ടാർഗറ്റ് ചെയ്യണം, എന്തൊക്കെ സംവിധാനങ്ങളിലൂടെ ചെയ്യണം, എങ്ങനെയാണ് അത് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് മാത്രം എത്തിക്കുന്നത്, അതിന്റെ ഒരാൾ എത്തിക്കുമ്പോൾ അതിന്റെ പെർ ക്ലിക്ക് കോസ്റ്റ് ഒക്കെ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം. കാരണം ലോകത്തുള്ള എല്ലാവരെയും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ കസ്റ്റമേഴ്സ് മാത്രം കണ്ടാൽ മതിയല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന 2-3 ബാച്ചിന് ആ ഒരു സൗകര്യം കൂടി ലഭ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ആത്മാർത്ഥമായി താല്പര്യം ഉണ്ടെങ്കിൽ, ഈ ഒരു ബിസിനസ്, ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്ത് കുറച്ച് ലാഭം ഉണ്ടാക്കണം, ഒരു സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഭാവിയിൽ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി ആരംഭിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾക്കായിട്ട് ഒരു 2 ഏജന്റുമാരുടെ, നിലവിൽ നമ്മൾ ആദ്യം മുതൽ പ്രവർത്തിക്കുന്ന 2 ഏജന്റുമാരെ ചെറിയൊരു റിവ്യൂ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇജാസ് എന്നാണ്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. ഞാനൊരു നഴ്സാണ്. ഇപ്പോൾ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും യാത്രാമീറ്റുമായിട്ടുള്ള ബന്ധം ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്ര തുടങ്ങിയിട്ട്. എങ്ങനെയാണ് ഞാൻ ഈ യാത്രാമീറ്റിലോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു പരസ്യം, ആ പരസ്യത്തിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്യുകയും ഫാസിൽ ഭായ് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എനിക്ക് അതിന്റെ അകത്ത് ഒരു കൺവീനിയൻസ് ആയി തോന്നിയതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ അകത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഏതൊരു സമയത്താണെങ്കിലും നമ്മൾ വിളിച്ച് പറയുവാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് ആ റിപ്പോർട്ട് തരികയും അല്ലെങ്കിൽ അതിന്റെ ഒരു കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് എന്താണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഒരു കസ്റ്റമേഴ്സിനെ എടുക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു കോണ്ടാക്ട് വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്.
അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വാട്സപ്പിൽ ഇതേപോലെ സ്റ്റാറ്റസ് ഒക്കെ ഇടുക, ഇന്ന പോലെ ഒരു ഏജൻസി ഉണ്ട് എന്നൊരു രീതിയിൽ നമ്മൾ ചെയ്യുക. അതിനുശേഷം അതിനെ ഫോളോ അപ്പ് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുക, ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കൾക്ക് പറയുക. അങ്ങനെ നമ്മൾ അവരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കോണ്ടാക്ട് വെച്ച് കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനോട് ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനും ഹാപ്പിയാണ്, യാത്രാമീറ്റും ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊരു ഭാഗമാകാം. അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്കും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് അഖിൽ എന്നാണ്. സ്ഥലം കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത നന്മണ്ട. ഖത്തറിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഏകദേശം 3 വർഷത്തിലധികമായിട്ട് എനിക്ക് യാത്രാമേറ്റ് ട്രാവൽ ഏജൻസിനെ പറ്റി അറിയാം. ഫേസ്ബുക്കിലൂടെയാണ് അന്ന് അറിഞ്ഞത്, നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്. അതിനുശേഷം ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ഇപ്പം ഇവർ വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നത്. കാരണം ഒരുപാട് റേറ്റ് കുറവാണ്, ചീപ്പ് റേറ്റാണ്, റീസണബിൾ പ്രൈസാണ്. നമുക്ക് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധാരണ റേറ്റ് കുറവായിരിക്കും എപ്പോഴും ടിക്കറ്റിന്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എടുത്ത ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സായാലൊക്കെ തന്നെ പിന്നെയും നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇത് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഈ 3 വർഷത്തിൽ 2 വർഷത്തോളമായി ഞാനിപ്പോൾ ഇവരുടെ കൂടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ മെയ് ജൂൺ ആയാൽ 2 വർഷം കംപ്ലീറ്റ് ആവും ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കമ്പനിയിലായാലും പുറത്ത് രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരും നാട്ടിൽ തന്നെയുള്ളവരായ സുഹൃത്തുക്കളൊക്കെ ആയാലും ഈ യാത്രാമേറ്റ് ഏജൻസി വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നത്. അത്യാവശ്യം നല്ല ഫേവറബിളായിട്ട്, റീസണബിളായിട്ട് വളരെ ചീപ്പ് റേറ്റാണ്. പിന്നെ കസ്റ്റമറായിട്ടുള്ള ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാലും കസ്റ്റമർക്കുള്ള സപ്പോർട്ടായാലും പിന്നെ കസ്റ്റമറോടുള്ള കാര്യങ്ങളായാലൊക്കെ തന്നെ അവരെപ്പോഴും കറക്റ്റ് എന്താ പറയുക കെയർഫുള്ളായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് തരിക എന്നുള്ളതിലുപരി ഒരു കസ്റ്റമർക്ക് എപ്പോഴും വേണ്ട സപ്പോർട്ടും കാര്യങ്ങളായാലൊക്കെ എപ്പോഴും അവരുടെ ഭാഗത്ത് നല്ല മികച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.